നമസ്കാരം. സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഫുട്ബോളിലെ മുഴുവൻ ടീമുകളും മുൻനിരയിൽ വിദേശ താരങ്ങളെ ഉപയോഗിച്ച് ഗോളടിച്ചു കൂട്ടാനുള്ള ശ്രമത്തിലാണെങ്കിൽ മികച്ച വിദേശ സ്ട്രൈക്കർമാരെ എത്തിക്കാനുള്ള ശ്രമത്തിലുമാണ് ഓരോ സംഘങ്ങളും. എന്നാൽ പീറ്റർ ക്രാക്റ്റി എന്ന മുംബൈ സിറ്റി FC പരിശീലകൻ ഇവിടെ വ്യത്യസ്തനാവുകയാണ്. ഇന്ത്യൻ താരങ്ങളെ കൂടുതൽ വളർത്തിക്കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നതെന്ന പീറ്റർ ക്രാക്റ്റിയുടെ ആഗ്രഹവും അതിനുള്ള ധൈര്യവും കരുത്താക്കി മാറ്റിയ ക്രാക്റ്റിക്ക് കീഴിൽ കഴിഞ്ഞ സീസണിൽ തന്നെ നാം കണ്ടതുമായിരുന്നു ഗോളിലെട്ടി മികവിലും അസിസ്റ്റ് ഒരുക്കുന്നതിലും ഒക്കെ ഇന്ത്യൻ യുവനിരയുൾപ്പെടെയുള്ളവരുടെ മികവ്. വിദേശ സ്ട്രൈക്കർമാരെ കൂടാതെ കളത്തിലിറങ്ങാനും ഗോളടിപ്പിക്കാനും കളി വിജയിപ്പിക്കാനും ഒക്കെ ടീമിനെ പാകപ്പെടുത്തിയ പീറ്റർ ക്രാക്റ്റി ജയേഷ് റാണെ എന്ന ഇന്ത്യൻ പരിചയസമ്പന്നനെ കൂടി മധ്യനിരയിലേക്ക് സ്വന്തമാക്കുകയാണ്. ബംഗളൂരു FC താരമായിരുന്ന താരം കഴിഞ്ഞ സീസണിൽ ലോണിൽ മുംബൈ സിറ്റി FCക്കൊപ്പം ചേർന്നതായിരുന്നുവെങ്കിൽ ബംഗളൂരു FCയുമായുള്ള കരാർ അവസാനിച്ചതോടെയാണ് ഫ്രീ ട്രാൻസ്ഫറിലൂടെ മുംബൈ സിറ്റി FC സ്വന്തമാക്കുന്നത്. 3 വ്യത്യസ്ത ടീമുകൾക്കൊപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗ് കപ്പ് ഉയർത്തിയിട്ടുള്ള ഏക ഇന്ത്യൻ താരമായ ജയേഷ് റാണെ ചെന്നൈയിൻ FCക്കൊപ്പം 2014 തൻ്റെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ജേണി ആരംഭിച്ചതെങ്കിൽ 2016 ചെന്നൈയിൻ FCക്കൊപ്പം കിരീടമുയർത്തിയ താരം 2019-20 സീസണിൽ ATKയ്ക്കൊപ്പമായിരുന്നു 2ാം കിരീടനേട്ടം സ്വന്തമാക്കിയത്. കഴിഞ്ഞ സീസണിൽ മുംബൈ സിറ്റി FCക്കൊപ്പമായിരുന്നു 3ാം കിരീടനേട്ടത്തിലേക്ക് എത്തി റെക്കോർഡ് സ്വന്തമാക്കിയതെങ്കിൽ ജയേഷ് റാണയുടെ മികച്ച ടീമുകൾക്കൊപ്പമുള്ള നീണ്ട കാലത്തെ പരിചയസമ്പത്ത് തന്നെയാവും മുംബൈ സിറ്റി FCക്ക് വരും സീസണിൽ കരുത്തേകുക.